ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട് മുണ്ടക്കൈയിൽ നാട്ടുകാരെ ഉൾപ്പെടുത്തിയുള്ള ജനകീയ തെരച്ചിൽ ആരംഭിക്കുകയാണ്. ദുരന്തത്തെ അതിജീവിച്ചവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ. സന്നദ്ധ പ്രവർത്തകരും എത്തിക്കഴിഞ്ഞുവെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്നും ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി. വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ജനകീയ തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. 8 മണിയോടുകൂടി ഈ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജനകീയ തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഇവിടെയുള്ള ഈ നാട്ടുകാർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് മനോജാണ്. ഏത് ഭാഗത്താണ് വീട്? ഞാൻ എൻ്റെ നമ്മൾ ഇത് നടന്നതിൻ്റെ അപ്പുറത്താണ് വീടുള്ളത്. ഞാൻ റേഷൻ കടക്കാരനാണ്, ക്ഷേത്ര പ്രസിഡന്റും കൂടിയാണ്. ഞാനിവിടെ തന്നെ, എൻ്റെ പേര് വിജയൻ എന്നാണ്. ഞാനൊരു എക്സ് ആർമിയാണ്. ഇവിടെ തന്നെ 500 മീറ്ററിലാണ് താമസം. എനിക്ക് ഇതിൽ പല മുഖങ്ങൾ, ഈ ചേട്ടനൊക്കെ നമ്മൾ തുടക്കം മുതലേ കാണുന്നു. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? സഞ്ജു. തുടക്കം മുതലേ ഉണ്ട് അല്ലേ ഇവിടെ? ഇവിടെ ഏത് ഭാഗത്ത്? ചൂരൽമലയാണ്. ഞാൻ സ്കൂൾ റോഡിലാണ് സെർച്ചിങ് നടത്തിയത്. NDRFന്റെ ടീമിനോടൊപ്പമാണ് സെർച്ചിങ് നടത്തിയത്. നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറെ കൂടി ഈ സ്ഥലം അറിയാവുന്ന ആളുകളാണ്. അപ്പൊ നമ്മളൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അപ്പൊ തെരച്ചിലിന് കുറച്ചും കൂടി വേഗത അല്ലെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഈ ദിവസങ്ങളിലൊക്കെ തെരച്ചിലിൽ പങ്കെടുത്തപ്പം തോന്നിയൊരു അനുഭവം എന്താണ്? ഇനിയിപ്പം ഇന്നത്തെ ഈ തെരച്ചിലിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്നത്തെ തെരച്ചിലിലെ മാക്സിമം പ്രതീക്ഷയുണ്ട്. ഒന്നും കൂടെ കൂടുതൽ ആളുകളും കൂടി എത്തിക്കഴിഞ്ഞാൽ, ക്യാമ്പിൽ നിന്നുള്ള ആൾക്കാരും കൂടി എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബോഡി റിക്കവറി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചേച്ചി, എൻ്റെ പേര് സബിത എന്നാണ്. പാലത്തിന്റെ അപ്പുറം തന്നെ, ഇവരെ വീടിന്റെ അപ്പുറം തന്നെയാണ് നമ്മളെ വീട്. തുടക്കം മുതൽ ഈ നിമിഷം വരെ നമ്മളിവിടെ ഉണ്ട്. അമ്പലത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഇത് പ്രസിഡന്റ്, സെക്രട്ടറി. ഇവിടെ ഉണ്ടായിരുന്ന അമ്പലത്തിന്റെ അല്ലേ? ഉണ്ടായിരുന്ന അമ്പലത്തിന്റെ. നമുക്കൊപ്പം ടി സിദ്ദീഖ് MLA കൂടി ചേരുന്നുണ്ട്. MLA, ഇപ്പം എത്ര മണിയോട് കൂടി നമ്മൾ ആരംഭിക്കാനാണ് വിചാരിക്കുന്നത്? കാരണം 8 മണി എന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ആരംഭിക്കാനുള്ള സമയമായി. ആളുകളുടെ മൂവ്മെന്റ് ആരംഭിച്ചു. ഇനി ഇന്നത്തെ ഒരു പരിമിതി, പ്രൈം മിനിസ്റ്റർ വരുന്നത് കൊണ്ട് സ്വാഭാവികമായും നമുക്ക് ഈ ഏരിയ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ടെങ്കിലും അവസാനിപ്പിക്കേണ്ടി വരും. കാരണം അതിൻ്റെ ഒരു നിർദ്ദേശം കലക്ടറേറ്റിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് വീണ്ടും തുടരണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നാളത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി ഇത് തുടരാൻ പറ്റും. അതും നമ്മൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, ക്യാമ്പുകളിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരൊക്കെ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ, ഞങ്ങളുടെയൊക്കെ ഒരു നിർദ്ദേശത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. കാരണം അവർ താമസിച്ച വീട്, സ്ഥലം, എവിടെയാണ് ഇവർ വീട് തകർന്നത്, എവിടെയാണ് ഇവർ ചെളിയിൽ ആണ്ടുപോയത്, അപ്പോൾ ഇവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനങ്ങളുടെ വീട്ടുകാരുടെ പ്രാദേശികങ്ങളുടെ പിൻബലത്തോടു കൂടിയിട്ടുള്ള ഒരു പരിശോധന വരുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഒരു 10 ബോഡിയാണെങ്കിൽ 10 ബോഡി എങ്ങനെയാണെങ്കിലും അത് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് വീട്ടിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി ഇത് മാറും. അങ്ങനെയാണ് സ്കാൻ. എന്തായാലും അല്പസമയത്തിനകം ഈ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കൂടി ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിക്കും.